തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രധാനമന്ത്രിയും അധിക്ഷേപിക്കുന്ന വീഡിയോ നീക്കം ചെയ്യാത്തതിൽ എക്സിനെതിരെ കേസെടുത്ത പോലീസ്. കേരള പോലീസിന്റെ സൈബർ വിഭാഗമാണ് എക്സിനും AI വീഡിയോ പോസ്റ്റ് ചെയ്ത അക്കൌണ്ടിനുമെതിരെ കേസെടുത്തത്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ നോട്ടീസ് അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇന്നലെയാണ് ലക്ഷ്മി എൻ രാജു എന്ന എക്സ് അക്കൌണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ വന്നത്. 1 മിനിറ്റ് 17 സെക്കൻഡ് ദൈർഘ്യമുള്ള AI വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൈബർ പോലീസ് എക്സിന് കത്തയച്ചു. എന്നാൽ പോസ്റ്റ് നിലവിൽ വന്ന 3 മണിക്കൂറിനകം നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും എക്സ് അത് ചെയ്തില്ല. ഇത് ഗുരുതര കുറ്റമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലക്ഷ്മി എൻ രാജുവിനെ 1-ാം പ്രതിയാക്കിയും എക്സ് കോർപ്പറേഷനെ 2-ാം പ്രതിയാക്കിയും തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. വ്യാജവാർത്ത പ്രചരിപ്പിച്ചതും വ്യക്തിഹത്യയുമടക്കം 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തത് കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണെന്നും പ്രധാനമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് മാനഹാനി ഉണ്ടാക്കിയെന്നും FIR-ൽ പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിൽ BJPയുടെ സീൽ വന്ന സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച മുഖ്യമന്ത്രി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിവരങ്ങൾ അറിയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് അതിനകത്തുണ്ടാവുക എന്നത് അവിശ്വസനീയമായ കാര്യമല്ല. എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഇത് ഏതെങ്കിലും ഒരാൾക്ക് പറ്റുന്ന ഒരു കൈപ്പഴിയായിട്ട് കണക്കാക്കാൻ പറ്റും. ഇതിനിടെ സീൽ വിവാദത്തിൽ വ്യക്തികൾക്ക് നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം വിശദീകരിച്ചു. മെറ്റയ്ക്കും എക്സിനും മാത്രമാണ് നോട്ടീസ് അയച്ചതെന്നും വിശദീകരണത്തിലുണ്ട്. നേരത്തെ ഉത്തരേന്ത്യയിലെ മാധ്യമപ്രവർത്തകരടക്കം തങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചെന്ന വാദവുമായി രംഗത്തെത്തിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.